നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് ചെറുപ്പ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ എഴുത്തിനിരുത്തൽ ഭക്തി നിർഭരം. വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിനായി ആയിരങ്ങളാണ് തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലെത്തിയത്. പുഷ്പാർച്ചനയും ശുചീകരണ പ്രവർത്തനവുമായി ഗാന്ധി ജയന്തി ദിനം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ചെർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനം ആചരിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ശ്രമദാനം നടത്തി ചൊവ്വൂർ YMCA. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ശ്രമദാനം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് ചേർപ്പ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ എഴുത്തിനിരുത്തൽ ഭക്തി നിർഭരം. വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിനായി ആയിരങ്ങളാണ് തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലെത്തിയത്. ഇത്തവണയും എഴുത്തിനിരുത്തൽ ചടങ്ങിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭക്തർക്ക് ഏറെ സഹായകരമായി. പുലർച്ചെ 4 മണിയോടെ തന്നെ എഴുത്തിനിരുത്തൽ ചടങ്ങിന് തുടക്കമായി. അറിവിന്റെ അതിദേവതയായ സരസ്വതി ദേവിയുടെ മണ്ഡപത്തിലായിരുന്നു എഴുത്തിനിരുത്തൽ. തിരുവള്ളക്കാവ് വാര്യത്തെ 60ഓളം ആചാര്യന്മാരാണ് എഴുത്തിനിരുത്തൽ ചടങ്ങിന് കാർമ്മികരായത്. തൊഴുതതിനു ശേഷം നെയ്വിളക്ക് വെച്ച് ആചാര്യന്മാർ കുട്ടികൾക്ക് തീർത്ഥം സേവിക്കാനായി നൽകി. തീർത്ഥം സേവിച്ചതിനെ തുടർന്ന് കുട്ടികളുടെ നാവ് പേന മാതൃകയിലുള്ള നാരായത്തിൽ എടുത്തുവെച്ച് ഹരിശ്രീ എഴുതി. തുടർന്ന് ആചാര്യന്മാർ കുരുന്നുകളെ കൊണ്ട് ഉണക്കലരിയിൽ 51 അക്ഷരങ്ങൾ എഴുതിച്ചു. പായസം, തിരുമധുരം, കദളിപ്പഴം, പ്രസാദം, സാരസ്വത നെയ്യ് എന്നീ നിവേദ്യങ്ങൾ കുട്ടികൾക്ക് കഴിക്കാനായി നൽകി. തുടർന്ന് എഴുതാൻ ഉപയോഗിച്ച ഉണക്കലരിയിൽ കുറച്ച് കുട്ടികൾക്ക് പൂജ തുടരാനായി ആചാര്യന്മാർ കൊടുത്തയച്ചു. വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടന്ന എഴുത്തിനിരുത്തൽ ചടങ്ങ് അടുത്ത 2 ദിവസം വീട്ടിലും ആവർത്തിക്കണം. പൂജ ചെയ്ത് കൊടുത്തുവിട്ട ഉണക്കലരിയിൽ അക്ഷരങ്ങൾ എഴുതുന്നത് 2 ദിവസം ആവർത്തിക്കുന്നതോടെയാണ് എഴുത്തിനിരുത്തൽ പൂർത്തിയാവുക. തുടർന്ന് എഴുതാനായി ഉപയോഗിച്ച ഉണക്കലരി പായസമാക്കി കഴിക്കാം. തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൽ ഉച്ചവരെ നീണ്ടുനിന്ന എഴുത്തിനിരുത്തൽ വൈകിട്ട് 5 മുതൽ 6 വരെയും തുടർന്നു. പുലർച്ചെ എഴുത്തിനിരുത്തൽ ചടങ്ങിന് തിരക്ക് കുറവായിരുന്നുവെങ്കിലും രാവിലെ 9 മണി മുതൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രം കൗണ്ടറിന് പുറമെ താൽക്കാലിക കൗണ്ടറുകൾ ഭക്തർക്ക് സജ്ജമാക്കിയിരുന്നു. 10,000-ലേറെ കുട്ടികളാണ് എഴുത്തിനിരുത്തൽ ചടങ്ങിനായി ക്ഷേത്രത്തിലെത്തിയത്. ഇവർക്കായി 500 കിലോ അരിയുടെ അപ്പം ഭക്ഷണമായും ഒരുക്കിയിരുന്നു. മഹാനവമി ദിവസവും മീനമാസത്തിലെ അത്തം നാളിനുമൊഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട്. മഹാകവി ചങ്ങമ്പുഴ, ഗാനരചയിതാവ് P. ഭാസ്കരൻ, ഗായകൻ ജയചന്ദ്രൻ, പഴയകാല നടൻ തിക്കുറിശി തുടങ്ങി തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിച്ച പ്രമുഖർക്കൊപ്പം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് പുതിയ കുരുന്നുകളും. പുഷ്പാർച്ചനയും ശുചീകരണ പ്രവർത്തനവുമായി ഗാന്ധി ജയന്തി ദിനം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ചെർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനം ആചരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ ചേർപ്പ് മഹാത്മാ മൈതാനത്തായിരുന്നു ചടങ്ങ്. ശുചീകരണ പ്രവർത്തനവും മഹാത്മാ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തിയായിരുന്നു ഗാന്ധി ജയന്തി ദിനാചരണം. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, സുനിൽ ലാലൂർ, സിജോ ജോർജ്, KR സിദ്ധാർത്ഥൻ, സന്തോഷ് കുമാർ സെൻ, കുട്ടികൃഷ്ണൻ നടുവിൽ, ഉമ്മർ, മിനി ജോസ്, ഷൈജ വിനോദ്, സുബിത, റജുല, അബൂബക്കർ, അശോകൻ, ഷാജി നെടുമ്പുരയ്ക്കൽ, ഫൈസൽ ബ്രേറ്റോ, ദേവാനന്ദ്, സണ്ണി മഹാദേവൻ, സനൽ പെരുവനം, സുരാചേർപ്പ്, CN സജീവൻ, അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. ലോകമെമ്പാടും ഗാന്ധിജിയുടെ സ്മരണ പുതുക്കുകയാണ്. നമുക്കറിയാം, അഹിംസാ സിദ്ധാന്തത്തിലൂടെ ലോകത്തിന് ഒരു പുതിയ സന്ദേശം നൽകിയ മഹാനാണ് മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അഹിംസാ സിദ്ധാന്തത്തിലൂടെ നേടിയെടുക്കുന്നതിൽ നേതൃത്വം നൽകി മുന്നോട്ട് പോയ ആ മഹാത്മാവ് ലോകം ഇന്ന് ആരാധിക്കുന്ന പ്രിയപ്പെട്ട നേതാവായി മാറിയിരിക്കുകയാണ്. ലോകത്ത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അഹിംസാ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്
ലോകത്തിൽ ഇന്നേ വരെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒരു നേതാവിനും നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ചെയ്ത പതിനായിരക്കണക്കിന് ആളുകളുടെ ധീര സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഈ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സത്യാഗ്രഹം എന്ന് പറയുന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സത്യാഗ്രഹ സമരത്തിലൂടെ അഹിംസാ സിദ്ധാന്തത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആ മഹാത്മാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഇന്ന് ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുകയാണ്. ഗാന്ധി നൽകിയ പാതയാണ് നമ്മൾ ഇന്നും എപ്പോഴും പിന്തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ്. ഗാന്ധി ഒരു അസ്തമിക്കാത്ത സൂര്യനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഗാന്ധി 1914 ഇന്ത്യയിലേക്ക് വരുന്ന ഗാന്ധിയെ ബോംബെയിലെ തുറമുഖത്ത് വലിയ സ്വീകരണത്തോടു കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിയോട് ഇന്ത്യ സന്ദർശിക്കാൻ പറയുകയും ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും എത്താൻ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ഗാന്ധി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിലൊരു തവണയാണ് നമ്മുടെ ചേർപ്പ് മഹാത്മാ എന്ന മൈതാനത്ത് വന്നു ചേർന്നത് എന്നുള്ളതാണ്. വളരെ ചരിത്രപരമായ ഒരു നാട്ടിലേക്ക് ഗാന്ധിയുടെ വരവ്, തീക്ഷ്ണമായ അയിത്തവും അനാചാരങ്ങളും നിന്നിരുന്ന ഒരു സ്ഥലത്ത് ഗാന്ധിയുടെ വരവ് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആവേശമുണ്ടാക്കി എന്നുള്ളത് അന്നത്തെ പത്രങ്ങൾ, മാധ്യമങ്ങളിൽ അന്ന് 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തിറങ്ങാറ്. പക്ഷേ 6 ദിവസം കഴിഞ്ഞ് വന്ന മാതൃഭൂമിയുടെ പത്രത്തിൽ അതിന് വലിയ ലേഖനം ഉണ്ടായിരുന്നതാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ ശ്രമദാനം നടത്തി ചൊവ്വൂർ YMCA. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ശ്രമദാനം സംഘടിപ്പിച്ചത്. കാൽനട യാത്രക്കാർക്ക് തീർത്തും ഉപയോഗിക്കാൻ പറ്റാതിരുന്ന ചൊവ്വൂർ താഴമ്പാടം റോഡിലായിരുന്നു ശ്രമദാനം. റോഡിന്റെ ഇരുവശവും YMCA പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ സഞ്ചാരയോഗ്യമാക്കി മാറ്റി. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം വനജ ശ്രമദാനം ഉദ്ഘാടനം ചെയ്തു. ഈ ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏറ്റെടുത്തത് വളരെയധികം സന്തോഷമുണ്ട്. YMCA എന്ന സംഘടന ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവൃത്തികൾ നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുകുട്ടികൾ പോകുന്ന റോഡാണ്. നമ്മൾ ചേർപ്പ് പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടും അതിനു മുമ്പും ഒരുപാട് തവണ ഈ റോഡിൻ്റെ സൈഡ് ഇരുവശങ്ങളും വൃത്തിയാക്കി നമ്മളിവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതായിരുന്നു. സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഉള്ള ചെടികൾ കുറേയൊക്കെ പറിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ നമ്മളും ഈ ഭാഗത്തേക്ക് ശ്രദ്ധ ചെലുത്താണ്ടാണ് വന്നത്. നമ്മളൊക്കെ ചെടി വെച്ച് പിടിപ്പിച്ചിട്ട് ഈ തോട്ടിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി നനച്ചിട്ടാണ് ചെടികൾ ഒരുവിധം പൂവൊക്കെ ഇട്ട് വന്നതാണ്. പക്ഷേ ആളുകൾ അത് പറിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് സ്വയം കണ്ടറിഞ്ഞ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ പരിസര ശുചീകരണത്തിനായി ഇറങ്ങിയ YMCA പ്രവർത്തകരെ അവർ അനുമോദിച്ചു. സെക്രട്ടറി ജോസഫ് പുലിക്കൻ, ട്രഷറർ പോൾസൺ മാറോക്കി, വുമൻസ് ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ഹൈസ്കൂൾ YMCA പ്രസിഡന്റ് ജസ്മരിയ ആൻഡ്രോ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ വിജയദശമി നാളിലെ എഴുത്തിനിരുത്തൽ ഭക്തിസാന്ദ്രമായി. നിരവധി കുട്ടികളാണ് എഴുത്തിനിരുത്തൽ ചടങ്ങിൽ പങ്കെടുത്തത്. വിജയദശമി ദിനത്തിൽ രാവിലെ 5:15 ചുറ്റുവിളക്ക് നടത്തി. ഡോക്ടർ K ഉണ്ണികൃഷ്ണനാണ് ചുറ്റുവിളക്ക് സമർപ്പിച്ചത്. രാവിലെ 6 മണിയോടെ പൂജയ്ക്ക് ശേഷം എഴുത്തിനിരുത്തൽ ചടങ്ങിന് തുടക്കമായി. ആചാര്യന്മാർ കുട്ടികളുടെ നാവിൽ സ്വർണ്ണ മോതിരത്താൽ ആദ്യാക്ഷരം കുറിച്ചു. തുടർന്ന് ഉരുളിയിൽ നിറച്ച ഉണക്കലരിയിൽ കുട്ടികളെ കൊണ്ട് ആചാര്യന്മാർ അക്ഷരമാല എഴുതിച്ചു. ഇതിനുശേഷം കുട്ടികൾക്ക് ഉണക്കലരി പ്രസാദമായി നൽകി. നിരവധി കുട്ടികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. രാവിലെ 6:30 സമൂഹ അക്ഷര പൂജയ്ക്ക് ശേഷം 7 മണിക്ക് സംഗീതാർച്ചന നടന്നു. വൈകിട്ട് 5:30 ചുറ്റുവിളക്കിന് ശേഷം 6:30 പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. ചാലക്കുടി കുറ്റിച്ചിറ സൃഷ്ടി സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് ആണ് പഞ്ചാരിമേളം അരങ്ങേറ്റം അവതരിപ്പിച്ചത്. ഊരകം അമ്മത്തിരുടി ക്ഷേത്രത്തിൽ വിജയദശമി നാളിൽ വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചുള്ള എഴുത്തിനിരുത്തൽ നടന്നു. രാവിലെ 5:30 എഴുത്തിനിരുത്തൽ ചടങ്ങിന് തുടക്കമായി.
പുലർച്ചെ തന്നെ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുരുന്നുകളാണ് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. പടിഞ്ഞാറെ നടപ്പുരയിലായിരുന്നു എഴുത്തിനിരുത്തൽ ചടങ്ങ്. നടപ്പുരയിൽ കുലവാഴ വിധാനം ഒരുക്കിയിരുന്നു. ഇതിന്റെ മധ്യഭാഗത്ത് ദേവിക്ക് അഭിമുഖമായാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നത്. ഉച്ച ശീവേലിക്ക് ശേഷം വഴിപാടായി നൽകിയ വാഴക്കുലകൾ ഭക്തർക്ക് തന്നെ പ്രസാദമായി തിരികെ നൽകി. കോൺഗ്രസ് ചെർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. KPCC അംഗം MK അബ്ദുൾ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകാരാധ്യനായ ലോകപ്രശസ്തനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് ലോകത്തെമ്പാടും അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ദിനമാണിത്. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന പാത ജനാധിപത്യവും അഹിംസ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അദ്ദേഹം അന്നേ മുതൽ കാണിച്ചു തന്നിട്ടുള്ളത്. തെക്കേ ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം യാത്ര ആരംഭിച്ചു. ആ യാത്രയിലാണ് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് യഥാർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിക്കെതിരായി സന്ധിയില്ലാത്ത പോരാട്ടമാണ് മഹാനായ മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുന്നോട്ട് നയിച്ചത്. ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേരെ രക്തസാക്ഷിയാക്കേണ്ടി വന്നിട്ടുണ്ട്. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും ഒരുപാട് രക്തസാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരന് ഇന്ത്യ വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. ആയുധമെടുക്കാതെ ഈ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയോട് അടരാടി സ്വാതന്ത്ര്യം മേടിച്ചു തന്ന മഹാനായ മഹാത്മാഗാന്ധിയുടെ ഈ ജന്മദിനത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളുണ്ട്. ജനാധിപത്യവും മതേതത്വവും ആണ് അദ്ദേഹം മുന്നിൽ കാണിച്ചിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അധ്യക്ഷനായി. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജീനെ ലോകം മുഴുവൻ ഇന്ന് ആരാധിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ സാന്നിധ്യം അഹിംസാ മാർഗത്തിലൂടെ പ്രവർത്തിച്ച് അവരെ നാടുകടത്തിയ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി. നമുക്കറിയാം, അദ്ദേഹം നയിച്ച സമരമാർഗങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പു സത്യാഗ്രഹം, അങ്ങനെ നിരവധി കാര്യങ്ങൾ, സമരങ്ങൾ, ഒരു തരി ചോര പോലും ചിന്താതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് സമന്വയിപ്പിച്ച് കൊണ്ടുപോയിരുന്നിട്ടുള്ള ഒരു ലോകത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള ഒരു പുരുഷനായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഇന്ന് ലോകത്തിന് മാതൃകയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KK അശോകൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CK ഭരതൻ, CK വിനോദ്, മണ്ഡലം ഭാരവാഹികളായ ഷാജൻ കൈപ്പുള്ളി, TN ഉണ്ണികൃഷ്ണൻ, VB ഫൈസൽ, രാജൻ, KP സുബ്രൻ, ബ്ലോക്ക് ഭാരവാഹികളായ KR സിദ്ധാർത്ഥൻ, PH ഉമ്മർ, ജോർജ്, ആൻഡോ കരീം ചൂരക്കുളം, VB സുരേന്ദ്രൻ, സുജിത്ത് കുമാർ, സുലോചന ഷൈജ വിനോദ് എന്നിവർ സംസാരിച്ചു. ജീവിതത്തിലെ അസുലഭ മുഹൂർത്തങ്ങൾക്ക് തിളക്കമേകാൻ ചേർപ്പ് തിരുവുള്ളക്കാവിൽ ബ്ലഷ് ആൻഡ് ഗ്ലോ മേക്കപ്പ് സ്റ്റുഡിയോ പ്രവർത്തനം തുടങ്ങി. തിരുവുള്ളക്കാവ് കിഴക്കേ നടയിലാണ് ബ്ലഷ് ആൻഡ് ഗ്ലോ മേക്കപ്പ് സ്റ്റുഡിയോ തുറന്നത്. വ്യക്തികളുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചിറക് മുളപ്പിക്കുകയാണ് ബ്ലഷ് ആൻഡ് ഗ്ലോ എന്ന മേക്കപ്പ് സ്റ്റുഡിയോയുടെ ലക്ഷ്യം. സൗന്ദര്യം ഇനി സങ്കല്പങ്ങളല്ല എന്ന് ബ്ലഷ് ആൻഡ് ഗ്ലോ ഉറപ്പു നൽകുന്നു. വിജയദശമി ദിനത്തിൽ രാവിലെ 11:30 സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടന്നു. മാനേജ്മെന്റും കുടുംബാംഗങ്ങളും ജീവനക്കാരും ചേർന്ന് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വിജയദശമി നാൾ മുതൽ നവംബർ 2 വരെ പ്രത്യേക ഓഫറുകളാണ് ബ്ലഷ് ആൻഡ് ഗ്ലോ മേക്കപ്പ് സ്റ്റുഡിയോ സൗന്ദര്യപ്രേമികൾക്കായി വാഗ്ദാനം ചെയ്യുന്നത്. ഡീ ടാൻ, ക്ലീനപ്പ്, ത്രെഡിംഗ്,
ഹൈഡ്ര ക്ലീനപ്പ്, ബ്ലീച്ച്, ഗോൾഡൻ ഫേഷ്യൽ, സ്പാ ഫ്രൂട്ട് ഫേഷ്യൽ, ത്രെഡിംഗ്, വെജ് പീൽ, ഡീടാൻ, പേൾ ഫേഷ്യൽ ഓർ ഗോൾഡ് ഫേഷ്യൽ, ഹൈഡ്ര ഫേഷ്യൽ തുടങ്ങിയ ഓഫറുകളാണ് പ്രത്യേക നിരക്കിൽ വാഗ്ദാനം ചെയ്യുന്നത്. ബ്ലഷ് ആൻഡ് ഗ്ലോ മേക്കപ്പ് സ്റ്റുഡിയോ, ഫോൺ 9747 576560 8921 298231. പെരിഞ്ചേരി നീതൂസ് മോണ്ടിസോറി ഇന്റർനാഷണൽ കിൻഡർ ഗാർഡനിൽ ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു. റാലിയും സ്മരണാഞ്ജലിയും ഉൾപ്പെട്ടതായിരുന്നു ഗാന്ധി ജയന്തി ദിനാഘോഷം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ നീതു സിജോ അധ്യക്ഷയായി. ഗാന്ധി, കസ്തൂർബ വേഷധാരികളായ കുട്ടികൾ ആഘോഷത്തിന്റെ ഭാഗമായത് ശ്രദ്ധേയമായി. തിന്മ കാണുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്യരുതെന്ന ഗാന്ധിജിയുടെ ആപ്തവാക്യമായ 3 കുരങ്ങുകളുടെ നിയമം എന്ന വിഷയം കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. അധ്യാപികമാരായ റെനി, നിഷ, സഹല എന്നിവരാണ് വിഷയം അവതരിപ്പിച്ചത്. തുടർന്ന് കുട്ടികൾ ഗാന്ധി ഗാനങ്ങൾ ആലപിച്ചു. അഗ്നിക ശ്രേഷ്ഠ, അദ്വിക്, ക്ഷേത, യോഹൻ തരക്, ആദം സ്റ്റീവ് എന്നീ കുട്ടികളാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഗാന്ധി കഥകൾ അധ്യാപികയായ ബിൻസിയും അവതരിപ്പിച്ചു. ചൊവ്വൂരിൽ SBIയുടെ ATM കൗണ്ടറിന് മുന്നിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധം. ദിവസങ്ങളായി ATM കൗണ്ടർ തുറന്ന് പ്രവർത്തിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത്. വിജയദശമി ദിവസമായി വ്യാഴാഴ്ച രാവിലെയാണ് ATM കൗണ്ടറിന് മുന്നിൽ പ്രതീകാത്മക പ്രതിഷേധം നടന്നത്. SBI ചേർപ്പ് ചൊവ്വൂർ ബ്രാഞ്ചിന്റെ ചൊവ്വൂരിലെ ATM കൗണ്ടറിന് മുന്നിലായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ATM കൗണ്ടർ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പറയുന്നത്. പല ദിവസങ്ങളിലും SBIയുടെ ചൊവ്വൂരിലുള്ള ATM കൗണ്ടർ ഷട്ടർ പൂട്ടിയിട്ട നിലയിലാണ്. മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ ഇടപാടുമായി ബന്ധപ്പെട്ട ATM കൗണ്ടറിനെ സമീപിക്കുന്നവരിൽ നിന്ന് ഇതു സംബന്ധിച്ച പരാതികൾ ഉയരാറുണ്ട്. അടിയന്തരമായി ATM കൗണ്ടറിന്റെ തകരാർ പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നതാണ്. ഇത്തരം സാഹചര്യം നിലനിൽക്കെയാണ് SBI ചൊവ്വൂരിൽ അടഞ്ഞുകിടക്കുന്ന ATM കൗണ്ടറിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചുള്ള പ്രതിഷേധം നടത്തിയത്. സീനിയർ സിറ്റിസൺ ചൊവ്വൂർ എന്നെഴുതിയ റീത്തിൽ ആദരാഞ്ജലികൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റീത്തിന് മുന്നിൽ മെഴുകുതിരികളും ചന്ദനത്തിരികളും കത്തിച്ചുവെച്ച നിലയിലാണ്. അതേസമയം റീത്ത് വെച്ചതാരാണെന്ന് വ്യക്തമായിട്ടില്ല. വൃദ്ധജനക്ഷേമ സംരക്ഷണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. വൃദ്ധജനക്ഷേമ സംരക്ഷണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 25ാമത് സർവ്വദേശീയ ദിനാചരണമാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KS വേണുഗോപാലൻ അധ്യക്ഷനായി. ബാലസാഹിത്യകാരൻ CR ദാസ് മുഖ്യാതിഥിയായിരുന്നു. ഗുണ്ടൂർ ശ്രീ സായി മഞ്ചീര കുച്ചിപ്പുടി ആർട്ട് അക്കാദമിയുടെ യുവകലാ അവാർഡ് നേടിയ സിമ്പിൾ രാജ്മോഹൻ, ASI അപർണ ലവകുമാർ, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സുവോളജി ഹ്യൂമൻ ജനറ്റിക്സിൽ PhD നേടിയ ഡോക്ടർ TS രോഹിത എന്നിവരെ ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ ആദരിച്ചു. ജില്ലാ സഹകരണ ആയുർവേദ ആശുപത്രി പ്രസിഡന്റ് V ശശിധരൻ 200 വയോജനങ്ങൾക്ക് പുടവ സമ്മാനിച്ചു. അവണിശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK അനന്തകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, പഞ്ചായത്ത് അംഗം ഇന്ദിര ജയകുമാർ, ഡോക്ടർ KS തിലകൻ, KK മോഹനൻ, PV സദാനന്ദൻ, PR സുധാകരൻ, KV ഷാജിലാൽ, ES പ്രതീഷ്, KK സോമൻ, സെക്രട്ടറി K ശശിധരൻ, ട്രഷറർ PM ഭരതൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാഘോഷത്തിന്റെ ചേർപ്പ് ക്ലസ്റ്റർ തല പരിപാടി നടന്നു. സുഹൃതം സ്നേഹ സംഗമം എന്ന പേരിൽ നാട്ടിക ബീച്ചിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് സുഹൃതം സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. NSS ചേർപ്പ് ക്ലസ്റ്റർ കൺവീനർ R ശാലിനി, ചേർപ്പ് പഞ്ചായത്ത് 8ാം വാർഡംഗം ശ്രുതി ശ്രീശങ്കർ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN സ്കൂളിലെ പ്രോഗ്രാം ഓഫീസർ PS സന്ധ്യ, മറ്റ് വിദ്യാലയങ്ങളിലെ NSS പ്രോഗ്രാം ഓഫീസർമാരായ ശ്രീകല, സ്മിത, മിനി, കണ്ണൻ, സരസ്വതി, ആശ, NSS വോളണ്ടിയർ ലീഡർമാരായ മാളവിക, നിവേദ്യ, സിദ്ധാർത്ഥ്, ആകാശ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചേർപ്പ് ക്ലസ്റ്ററിന്റെ സ്നേഹോപഹാരമായി വയോജനങ്ങൾക്ക് വിന്റർ ഷോളുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ചേർപ്പ് ക്ലസ്റ്ററിലെ 12 സ്കൂളുകൾ, CNN സ്കൂളിന് സമീപത്തെ മാനസഗ്രാമത്തിലെ വയോജനങ്ങൾ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. NSS വോളണ്ടിയർമാരും വയോജനങ്ങളും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. കേരള ലോട്ടറി ടിക്കറ്റിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് കാണിച്ച് തട്ടിപ്പ്. കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയായ ലോട്ടറി വ്യാപാരിയാണ് വ്യാജ ലോട്ടറി ടിക്കറ്റിലൂടെ തട്ടിപ്പിന് ഇരയായത്. കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയായ തേജസ് നെല്ലിപ്പറമ്പിലാണ് കബളിപ്പിക്കപ്പെട്ടത്. കാട്ടൂർ ഹൈസ്കൂളിന് സമീപമാണ് തേജസിന്റെ ലോട്ടറി കട.
കഴിഞ്ഞ സെപ്റ്റംബർ 27 ഉച്ചയ്ക്ക് 12:30-ഓടെയാണ് സംഭവം. ബൈക്കിലെത്തിയ യുവാവ് തേജസിന്റെ ലോട്ടറി കടയിലെത്തി. തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 21 നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധിയുടെ 3 ടിക്കറ്റുകൾ കടയുടമ തേജസിന് കൈമാറി. എന്നാൽ തനിക്ക് ലഭിച്ച ടിക്കറ്റുകൾ കളർ ഫോട്ടോസ്റ്റാറ്റ് മാതൃകയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് കടയുടമ പറയുന്നു. QR കോഡ് സ്കാൻ ചെയ്തുള്ള പരിശോധനയിൽ ടിക്കറ്റിന് 4ാം സമ്മാനമായ 50,000 രൂപ ലഭിച്ചതായി കണ്ടെത്തി. ഇതോടെ കമ്മീഷൻ കഴിച്ചുള്ള തുകയായ 15,000 രൂപ കടയുടമ തേജസ് യുവാവിന് നൽകുകയായിരുന്നു. പണം കൈപ്പറ്റിയതിന് പിന്നാലെ യുവാവ് ബൈക്കിൽ കയറി സ്ഥലം വിട്ടു. പിന്നീട് ലോട്ടറി മാറാനായി ലോട്ടറി ഏജൻസി കേന്ദ്രത്തിലെത്തിയപ്പോഴാണ് ലോട്ടറി വ്യാപാരി തേജസ് താൻ തട്ടിപ്പിന് ഇരയായതായി മനസ്സിലാകുന്നത്. ഏജൻസിയിൽ നടത്തിയ പരിശോധനയിൽ സമ്മാനാർഹമാണെന്ന് പറയുന്ന ലോട്ടറി ടിക്കറ്റ് കഴിഞ്ഞ 23-ന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി. തുടർന്നുള്ള പരിശോധനയിൽ 3 ടിക്കറ്റുകളും കളർ ഫോട്ടോസ്റ്റാറ്റ് മാതൃകയാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. തുടർന്ന് തേജസ് കാട്ടൂർ പോലീസിൽ പരാതിയും നൽകി. 27-ാം തീയതി കഴിഞ്ഞ മാസം 27-ാം തീയതി ബമ്പർ എടുക്കുന്ന പറഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട് ടിക്കറ്റ് മാറുന്നുണ്ടാവുന്നു. നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ സ്കാനർ വെച്ച് ചെയ്യണത്. അപ്പോൾ സ്കാനർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 5,000 ഉണ്ട്. ടിക്കറ്റൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ 6 ആൾ കാണിച്ചു, 3 നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്തു. യാതൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല. നമ്മൾ പിന്നീട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഏജൻസിയിൽ പോയപ്പോഴാണ് അവർ പറയുന്നത് ഇത് ഓൾറെഡി മാറി കഴിഞ്ഞ ടിക്കറ്റാണ്, ട്രഷറിൽ ഓൾറെഡി എത്തിയ ടിക്കറ്റാണ്, ഇത് ഫേക്കാണ്, കളർ കോപ്പിയാണെന്നുള്ളത്. പിന്നീട് ഞാനത് കാട്ടൂർ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് വെക്കുകയും എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. പിന്നീട് അറിയുന്നത് ഇത് ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ആരും കംപ്ലയിൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നടന്നിട്ടിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ഞാൻ ആളുകളിൽ 6 3 മാത്രം മാറി കൊടുത്തു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് നടത്തിയ യുവാവ് ബൈക്കിൽ സഞ്ചരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. തൃശൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായി വ്യാജ ലോട്ടറി തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ലോട്ടറി ടിക്കറ്റുകൾ നടന്നു വിൽക്കുന്നവരടക്കം നിരവധി ചെറുകിട കച്ചവടക്കാർക്കാണ് വ്യാജ ലോട്ടറി തട്ടിപ്പിലൂടെ പണം നഷ്ടമാകുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,880 രൂപ, പവന് 87,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് ചെറുപ്പ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ എഴുത്തിനിരുത്തൽ ഭക്തി നിർഭരം. വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിനായി ആയിരങ്ങളാണ് തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലെത്തിയത്. പുഷ്പാർച്ചനയും ശുചീകരണ പ്രവർത്തനവുമായി ഗാന്ധി ജയന്തി ദിനം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ചെർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനം ആചരിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ശ്രമദാനം നടത്തി ചൊവ്വൂർ YMCA. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ശ്രമദാനം സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.